നേപ്പാളിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടുത്തെ സ്പെഷ്യലാണ് നേപ്പാളിലെ സുഷി എന്ന് പറയുന്ന ഒരു ബീഫ് ഉണക്കിയിട്ട് അത് ഫ്രൈ ആക്കി കുറച്ച് വെജിറ്റബിൾ സാലഡ് ചമ്മന്തി എല്ലാം ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് രുചിച്ച് നോക്കട്ടെ. ചമ്മന്തിക്ക് അത് ആദ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഒരു സ്ഥലത്ത് കഴിച്ചിട്ടില്ല ഇതുവരെ. ഉണക്കിറച്ചിയാണ് ഇതിൻ്റെ പ്രധാനം അല്ലേ. ഇതിലൂടെ ചമ്മന്തി ഉണ്ട്, സാലഡ്, ക്യാരറ്റ്, കൂറ്. ഈ സ്കൂളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിറ്റിൽ ഫ്ലവർ CST സഭയുടെ കീഴിലുള്ള കുറേ സ്കൂളുകൾ ഉണ്ട്. നേപ്പാളിലുണ്ട്, ബീഹാർ, മറ്റേ ഗോരഖ്പൂർ എല്ലായിടത്തും ഉണ്ട്. അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ്. പക്ഷേ ഈ ഇവിടെയുള്ള ഈ സ്കൂള് ഹിന്ദി മാത്രമുള്ളതാണ് കേട്ടോ. ഹിന്ദി നോക്കി ഇവിടെ ദേ നോക്കി രണ്ട് ഭാഗത്തുകൾ കണ്ടോ. അവർക്ക് വേണ്ടി ദേ നീന്താനൊരു വലിയൊരു കുളം ഇവിടെ ഉണ്ട്. അത് എന്നെ കണ്ടപ്പോൾ നമ്മൾ കണ്ടപ്പോൾ അവർ കരയുന്നുണ്ടോ. സ്കൂളാണെങ്കിലും ആ സ്കൂൾ പരിസരത്ത് തന്നെ ഉള്ള ഒരു വലിയൊരു എന്താ പറയുക വെജിറ്റബിൾ വലിയൊരു പൂന്തോട്ടവും പിന്നെ കുളവും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ രണ്ടുപേരെ നോക്കിയേ. ഇവിടെ ഒരു ചർച്ച ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്താണ് ഞങ്ങളിവിടെ വന്നു. ഫാദേഴ്സ് താമസിക്കുന്ന സ്ഥലം ഇവിടെയാണ്. അവിടെ വന്ന് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോഴേ. ഇവിടെയുള്ള ഓരോ മാങ്ങയും മാവിലുണ്ടാകുന്ന മാങ്ങകൾ പലതും പല ടേസ്റ്റാണെന്നാണ് ഇവിടെ ഫാദർ പറയുന്നത്. എങ്ങനെയാ പലതിനും പല ടേസ്റ്റാണോ? ഡിഫറെന്റ് ടേസ്റ്റ് ആണല്ലോ. ഇതെന്താ പേര് അറിയില്ല. ദസേരി. ഇത് യെല്ലോ കളറാണ്, റെഡ് കളറാണ്, യെല്ലോ കളറാണ്. ഓ ഇത് വെറുതെ ഇങ്ങനെ കിളിവെത്തി പോവാണല്ലോ. മാങ്ങ. ഓ അത് അവിടെ പാടം അങ്ങനെയാണോ? നെൽകൃഷി ഉണ്ടല്ലേ. അങ്ങോട്ട് അവിടെയാണ് അത് പറിച്ചോണ്ട് പോയേക്കുന്നത്. അത് നടാൻ വേണ്ടിട്ട് അത് ഡിഫറെന്റ് മാങ്ങ. അതിന്റെ ഒരു മാങ്ങ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഫോട്ടോ. ഇതിലൊക്കെ ഉണ്ടല്ലേ മാങ്ങ. ഓ വലിയ മാങ്ങ കേട്ടോ. ഇത് അതൊക്കെ കണ്ടോ. ഇതും ദസേരി തന്നെയാണ്. വേറെ മാങ്ങ. വീട്ടിൽ മറ്റേ ഞങ്ങളുടെ വീട്ടിൽ മാങ്ങയുണ്ടായത് ഒരു 500 ഗ്രാമിലും കൂടുതലുണ്ടായിരുന്നു. 600. ഇത് 1/2 കിലോളം ഉണ്ട്. 1/2 കിലോ ഉണ്ടല്ലേ. നല്ല മധുരമാണോ? നല്ല മധുരം. ഇത് ഈ മാങ്ങയാണ് നമ്മൾ അവിടെ കഴിച്ച റെഡ് മാങ്ങ. ഇന്ന് കഴിച്ചില്ലേ? ഒന്ന് യെല്ലോയും ഒന്ന് റെഡും ഇല്ലേ? നോക്കിയതേ നമ്മുടെ കേരളം പോലെ ഇല്ലേ. എന്താണ് ആടുകളുണ്ട് കേട്ടോ അവിടെ. ഇത് ചോളം. അതിവിടുത്തെ ഉത്തർപ്രദേശിലും നേപ്പാളിലൊക്കെ ഞങ്ങൾ കണ്ടത് എങ്ങനെയാണെന്നറിയോ, ഏത് വീടിൻ്റെ മുറ്റത്തും നമ്മൾ എന്താ പറയുക ഗാർഡനാണല്ലോ ഉണ്ടാക്കുന്നത്. അവിടെ അത്രയും ഒരു കുറച്ച് സ്ഥലമേ ഉള്ളൂ എങ്കിൽ എല്ലാ വീടിൻ്റെ
മുൻവശത്ത് ഇത്തിരി സ്ഥലത്ത് ഇവിടെ കണ്ടത് ഇത് കാണിച്ചു തരാം. ഇതുപോലെ ഇത്തിരി കുറച്ച് സ്ഥലത്ത് അവർ ചോളം നടും. അത് നേപ്പാളിലും അങ്ങനെ കണ്ടിരുന്നു, ഇവിടെ ഉത്തർപ്രദേശിലും ഉണ്ട് കേട്ടോ ഇതുപോലെ. ഒത്തിരി വഴുതനങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. വെയിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അടുത്തേക്ക് പോകാത്തത്. നല്ല വെയിലാണ് കേട്ടോ ഉത്തർപ്രദേശിൽ, നല്ല ചൂടുണ്ട്. ഇതെല്ലാം വഴുതനങ്ങ, വെണ്ടയ്ക്ക, പച്ചമുളക് എല്ലാം ഉണ്ട് ഇവിടെ. ഇതേ കണ്ടോ, മാവിന്ന് മാങ്ങ പറിച്ചിട്ടേ ഒരാൾ നിന്ന് കഴിക്കുന്നത് കണ്ടോ.